നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. റവയും നേന്ത്രപ്പഴവും വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ നേന്ത്രപ്പഴം നന്നായിട്ട് കറുത്ത് പോകുമ്പോൾ ശരിക്കും ഉണ്ടാക്കിയെടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ കുട്ടികൾക്കും നല്ല ഇഷ്ടമാകും. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇന്ന് ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി ഒരു ചെറിയ ബെല്ലിൻ്റെ ചിത്രം കാണാം. അപ്പോൾ അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ ഓപ്പണായി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവയും നേന്ത്രപ്പഴവും കൊണ്ടുള്ള ഈ ഒരു സ്വീറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് റവയാണ്. ഇപ്പോൾ 1 കപ്പ് റവ എടുത്തപ്പോൾ അത് ഞാനൊന്ന് മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക. പിന്നെ നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് എല്ലാ മെഷർമെൻറ്റും ഒരേ കപ്പിൽ തന്നെ എടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് റവയാണ്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഏകദേശം 1 കപ്പിനടുത്ത് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. നന്നായിട്ട് ഇത് കുതിർന്ന് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഇതൊന്ന് മുങ്ങി നിൽക്കുന്ന പാകത്തിന് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ചേർത്തതിന് ശേഷം ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ ആ 1 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂറിന് ശേഷമാണ് നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കുതിർന്ന് വരുന്ന ആ ഒരു സമയത്തിനുള്ളിൽ നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ശർക്കരയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 3 കഷ്ണത്തിന് 2 വലിയ കഷ്ണവും പിന്നെ ഒരു ചെറിയ പീസ് ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല കറുപ്പ് കളറുള്ള ശർക്കര കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല കളറായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. പിന്നെ നമ്മൾ ഇതിലോട്ടൊക്കെ ഒഴിച്ചെടുക്കേണ്ട വെള്ളത്തിൻ്റെ അളവാണ് നമ്മൾ നേരത്തെ റവ അളന്നിട്ടുള്ള അതേ കപ്പിൽ ഞാനൊരു 1/2 കപ്പ് വെള്ളം എടുത്തു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. ശർക്കര ആയതുകൊണ്ട് തന്നെ ഇതിലെന്തെങ്കിലും കല്ലൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് അരിച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ റവ കുതിരാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അരിപ്പത്തട്ടിലോട്ടേക്ക് ഒഴിച്ചിട്ട് നമുക്കിതിൻ്റെ ഈ ഒരു വെള്ളം മാത്രം മതി. അധികം പൊടിയാതെ വന്ന റവയൊക്കെ നമ്മളൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ റവ ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അതിൽ എക്സ്ട്രാ വരുന്ന ഒരു നല്ല തരിയുള്ളതൊക്കെ ഇപ്പോൾ അരിച്ചെടുത്ത് മാറ്റി കണ്ടില്ലേ, ഒരു ലൂസായിട്ടുള്ള ഈ ഒരു പാകത്തിന് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ അരിച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനി മുഴുവനായിട്ട് ഇതിലോട്ട് ഒഴിച്ച് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇതിലോട്ട് ഒരു 1/4 കപ്പിനടുത്ത് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കപ്പൊടിയാണ്. ഞാനിപ്പോൾ ഏലക്കയുടെ കുരു മാത്രം എടുത്ത് പഞ്ചസാരയും ചേർത്തൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ള 1 ടേബിൾ സ്പൂണിനടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏലക്കപ്പൊടി ആയിട്ടുള്ള കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഈ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഒരു പാത്രം വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടായി വന്ന പാത്രത്തിലോട്ട് 1 ടേബിൾ സ്പൂണിനടുത്ത് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് തേങ്ങാക്കൊത്ത്, ഒരു കൈപ്പിടിക്കടുത്ത് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ സാധാരണ പായസത്തിനൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നമ്മൾ വറുത്തെടുക്കാറില്ലേ, ആ ഒരു പാകത്തിന് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കാം. അപ്പോൾ ഇതൊന്ന് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലോട്ടേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഉണക്ക മുന്തിരിയാണ്, നല്ല കറുത്ത മുന്തിരിയാണ് ഉപയോഗിക്കുന്നത്. അതൊരു പിടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഈന്തപ്പഴമാണ്. ഇതിപ്പോൾ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂടെ വാങ്ങിച്ചിട്ടുള്ള ഈന്തപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ളതെങ്കിൽ അത് തന്നെ ഉപയോഗിച്ചാലും മതി. ഇനി ഇതൊക്കെ നെയ്യിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഹൽവ റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് പ്രധാന ചേരുവ എന്ന് പറയുന്ന പഴമാണ്. അപ്പോൾ നന്നായിട്ട് പഴം ഇതുപോലെ കറുത്ത് പോകുമ്പോൾ നല്ല പഴുപ്പ് വന്ന പഴം ഉണ്ടാവുമല്ലോ, അതാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് അതേ പാത്രത്തിനകത്തോട്ടേക്ക് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂണിനടുത്ത് കൂടി നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്.
ചൂടായി വന്ന നെയ്യിലോട്ടേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ നോക്കുക, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഈ പഴത്തിനെ നെയ്യിലിട്ടിട്ട് ശരിക്കൊന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ സാധാരണ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാറില്ലേ, ശർക്കരയൊക്കെ ചേർത്തിട്ട്. അപ്പോൾ ആ ഒരു പാകത്തിന് വേണം നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ടൊന്ന് കളറ് മാറണം, ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ പഴമൊക്കെ ഒന്ന് കളറ് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാകുന്ന രീതിയിൽ, ഒത്തിരി കൊത്തി ഉടക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളാകുന്ന രീതിയിൽ തവി വെച്ചിട്ട് ഇതുപോലൊന്ന് ഉടച്ചെടുക്കാം. ഇത് കറക്റ്റ് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആദ്യം തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുഴുവൻ മിക്സും ചേർത്തതിന് ശേഷം ഒരു തവി വെച്ചിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകും. ഇത് പെട്ടെന്ന് അങ്ങ് കുറുകി കിട്ടും. നമ്മൾ കേസരിയൊക്കെ ഉണ്ടാക്കിയെടുക്കാറില്ല അതുപോലെ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ നല്ല ലൂസായിട്ടല്ലേ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ശരിക്കും ഒരു 3-4 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും നല്ല തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ തവി വെച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടും. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ടേക്ക് ഇത്തിരി നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു ഇത്തിരി നേരം കൂടി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇത് നല്ല തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1-2 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ ധാരാളമാണ് ഈ ഒരു റെസിപ്പിക്ക്. നമ്മൾ ഹൽവയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒത്തിരി ഒഴിച്ചു കൊടുക്കാറില്ലേ, അത്രയും ആവശ്യമില്ല. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് നോക്കാം. ഇത് പാത്രത്തിന് ശരിക്കും വേർപെട്ട് വരണം. അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് തന്നെ ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒട്ടും അടിക്ക് പിടിക്കാതെ നമുക്ക് നല്ല കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ കഴിയും. നമുക്ക് ഒരു ടേബിൾ സ്പൂണിനടുത്ത് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൂടുതൽ ഉപയോഗിച്ചാൽ മതി, അതില്ലെങ്കിൽ ഈ 2 ടേബിൾ സ്പൂൺ മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ കളറ് കണ്ടില്ലേ, ശരിക്കും മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ആ കറുപ്പ് കളറ് ശർക്കര ഉപയോഗിക്കുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല ഡാർക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നട്ട്സൊക്കെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തും കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചില്ലേ, അതൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്തിരി വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോഴേക്കും ഇതൊന്നുകൂടി നന്നായിട്ട് കുറുകി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നാണെങ്കിൽ പാത്രത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. കളറൊക്കെ നല്ല ഡാർക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ പാകം കറക്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നോക്കിയാൽ മതി. കണ്ടില്ലേ, പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ കഴിയും. ഇനി നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് വേണ്ടത്. അതിനുശേഷം ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവയും ഈന്തപ്പഴവും അതുപോലെ തന്നെ നേന്ത്രപ്പഴവും ഒക്കെ ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു ഡിഷുമായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.